ഏതായാലും അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമിന. ആമിനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ് വീണിരിക്കുന്നു. ആമിനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. പോയിരുന്നു. ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്. അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമിന എന്റെ കത്ത് വായിച്ചോ? വായിച്ചോന്ന്? വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. ബ്യൂട്ടിഫുൾ. എനിക്കിതുപോലെ ഒന്ന് തരുവോ? ഒരു കമ്മീഷൻ തരാം, പക്ഷെ എന്റെ പേര് എഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ ആമിന, ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും ചിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കൊള്ളി. പിന്നെ ഈ മാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമിന? തൂവാല കൊള്ളാട്ടോ. ദേ അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടുവിട്ടു വായിച്ചു എന്ന്. മയങ്ങിയിരിക്കുക. പ്രിയമുള്ള ആമിനയ്ക്ക് തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന, സ്വർഗത്തിലെ ഹോറി പോലുള്ള പെണ്ണാണ് ആമിന എന്നറിഞ്ഞപ്പോ മുതല് കാണണമെന്ന പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാതെ കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ദുബായിക്കാരനൊന്നുമല്ല, തോനെ കായൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ആമിനയ്ക്ക് കൈ നിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമിനയ്ക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാതെ കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തൂല പറഞ്ഞു കിടക്കും. അതേ ആമന, എന്റെ കൽബിന് മുഴുവൻ ആമനയാ. എന്നെ കാണാൻ ചേരുന്നുമില്ലെങ്കിലും എനിക്ക് നല്ലൊരു മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരെ എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സ് നിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. വാതിൽ തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. അന്റെ ബാപ്പ മലയാളത്തിലല്ലേ പറഞ്ഞു? അന്റെ പുന്നാര മോളെ അലവിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായ ഇടിച്ചിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? എന്റെ ഒരു മോങ്ങല്. ഓളെ പിന്നെ ആര് കെട്ടും? ഇനി കുന്നത്തങ്ങാടി ഓളക്കെട്ട ആണുങ്ങൾ വരൂല. അങ്ങാടി വലിയ ക്രൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാരെ ഹമുക്ക്. പിടിച്ചു കൊടുക്കണേ. അലവിനേക്കാൾ നല്ലവനാ ചെക്കൻ. പാവം, ഓരത്തെ പണിയില്ലേ, കായില്ലേ? അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാരെ. എന്നെ കൊല്ലാൻ നടക്കണം നായി. ഓനെ കുടി കേറ്റാണ്. വെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ. വാസുവട്ടെ, ആരാത്? കുയ്യാപ്പിളയാ? ആരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. ഇന്നേക്ക് ഈ കോളാണല്ലോ അങ്ങാടി പോലെ കെട്ടിച്ചെന്ന് പറഞ്ഞിരിക്കണം ഐദ്രോസ്ക. ഇത് ഞമ്മള് കുപ്പായത്തിന് തുണിയാ. ആമിനെയും ഞമ്മളും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസർ തുന്നിയ പാവാടമാരി, പാവാട തുന്നിയ ടൗസർമാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്താ. നിന്റെ മരുവളോ നിക്കാതെ കഴിച്ചത്. അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനാ കതിച്ചുമ്മ? ഞമ്മള് വിചാരിച്ചാ വല്ലതും നടക്കൂ? എന്റെ ആമിനന്റെ കാര്യം ആലോചിക്കുമ്പോഴാ
അത് ഈ പോരാത്തോളായിട്ട് നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യല്ലടി. അനക്കറിയൂല ഇന്റെ കാര്യം. ഇന്റെ കെട്ടുവാൻ മോറയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കണീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ടു. അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉത്തിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കില്ല ഉമ്മ. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീ തീറ്റിക്കുക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലാ ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? ഇന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്തിനു വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങ? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും ഇങ്ങക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇച്ചൊരു ശല്യായല്ലോ ഇത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും പോകാൻ പറ്റണ്ടോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ അലവിയോട്ടിൽ നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മത? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ മുണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ അവിടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണാം. അതാ ആ തട്ടം വിട്ടതാ. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ട. വാ മൊഴി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കുമ്പോ പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ തന്നെ പോവാം. എന്തൊരു മൊഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട. ആ നിക്കാഹ് നടക്കില്ല. പക്ഷേ നീത്തിന് ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബം ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടേ? അതെ, നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാസമയം ആമിനെ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ. ആമിനക്ക് ഇഷ്ടമെന്ന് നിങ്ങളല്ലേ പറഞ്ഞു? സ്വന്തം വിഡിത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താണ് പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കെട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. രണ്ടായിരത്തി കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനിക്ക പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ വയ്ക്ക. കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പൊയ്ക്കോളൂ. നാണല്ലോ ബാപ്പുട്ടി. എങ്ങക്ക് വേഷം കെട്ടാൻ വന്നാ വേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങനെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ല് കൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും ഓരോ കാലത്ത്.
അവനെന്തിനാ എന്നോട് നന്ദി പറയുന്നത്? നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുന്നു. കണ്ണുപൊട്ടിന് കാഴ്ച കിട്ടിയ പോലെ എനിക്കിപ്പോ എഴുതാനും വായിക്കാനും അറിയാം. കത്ത് എഴുതാനും കഴിയുന്നുണ്ട്. ആമിന ഇനിയും പഠിക്കണം, ഞാൻ പഠിപ്പിക്കും. പോട്ടെ മാഷെ. ആ നിങ്ങൾ കിനാവ് കാണണ്ട, ഓളെ നിക്കാഹ് കഴിക്കാന്ന്. അസീസ്, എന്താ ഇത്? നിങ്ങളുടെ നിക്കാഹ് നടക്കില്ല മാഷെ. നടന്നാല് കുന്നത്തങ്ങാടിന് ഞാൻ കെട്ടി തിന്നിച്ചാവും. അസീസ്, പറയുന്ന കേൾക്ക്. വേണ്ട, ഓളോട് പറഞ്ഞേക്ക് എന്നോട് വേണ്ടായിരുന്നു. എന്താണ് ഐദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടെന്ന് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഐദ്രോസിക്ക. ഐദ്രോസിക്ക, ഇന്നലെ മുതൽ ഓൻ പീടിയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ്. ഓളെ പേരയിൽ കെട്ടിത്തൂക്കിക്കുന്നോണ്ട് പൂടിയന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്കി നിങ്ങളോട് ചോദിച്ചോ? 5 ദിവസം കേട്ടാ കുന്നത്തങ്ങാടി ഉറയ്ക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ നിങ്ങളിട്ട് ഉറപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച വരയിൽ ഈ ആഴ്ച കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത്? അല്ലേ അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ നമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി വെറുതെ തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ? ഇപ്പോൾ എന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ, നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം. അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ അസീസുക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് അസീസുക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസ് അവനെ തല്ലി ചതച്ചോട്ട് കൊത്തി കൊന്നോട്ട്. പഠിച്ചോലതോ നിശ്ചയിച്ചെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റിപ്പഴപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ. ആ മൂലത്തെടുക്കാൻ നമ്മളെ കൊണ്ടേ കഴിയോ? ബാപ്പട്ടിക്ക് മജീദിന് കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഈ ദേശത്തിന് കഴിയും. പടച്ചവും കൂടെ ഉണ്ടെങ്കിൽ. ബഷീറേ, നിക്ക്. ഈ കുന്നത്തങ്ങാടി ചെന്ന് പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവമ്മേ. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. നമ്മൾ ആരാണെന്ന് മനസ്സിലായിന്നാ തോന്നണേ. മജീദേ, കാണിച്ചോ. ഉമ്മാന്റെ വളപ്പാടെ കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റും നോക്കട്ടെ. കുന്നത്തങ്ങാടി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തി പിടിച്ച് വായിക്കേണ്ട പോലെ ഇതല്ല. അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട. ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. ചോദിച്ചാ പോലെ വേണ്ട. സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മുടെ കണ്ടോടെ തനിക്ക് കേറായിക്കോട്ടോ. അഞ്ചിനി സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു.
നിന്റെ അസീസേ, അന്ന് ഞമ്മളെ എവിടെയൊക്കെ നോക്കിയത്. ദയ്യ എഴുത്തു തരാൻ അന്ന് നമ്മൾ അന്വേഷിച്ചത്. ആമിനെ എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ, ഈ വായിച്ചോക്ക അസീസേ. എന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിന് ഏതുന്ന എഴുത്ത്. ഈ എഴുത്ത് കിട്ടുമ്പോ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എഴുത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പെണ്ണും പണവും ഒന്നുമല്ല, സ്നേഹമാണ് വലുത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിലേക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു പെണ്ണല്ലേ. എന്റെ കൂടെ വന്ന് ആമിനെ വിളിച്ച നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും എന്ന് ആമിന. കുണ്ടോട്ടിക്കാരിവിടെ പെരുത്തു കളിച്ചില്ല, മനസ്സിലായോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു വാക്ക്, എല്ലാവർക്കും ചായയും കടിയും ഇന്ന് പോയിട്ട് കുഞ്ഞാലിന്റെ വകയാണ്. അടിച്ച് വേണ്ട. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ കഴിക്കും. എന്തെടുത്ത് പറഞ്ഞു? ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ കഴിക്കും. ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ പറയും. ഞാൻ നിൽക്കാതെ കഴിക്കും. വേണ്ട, നിങ്ങളുടെ കത്തിയൊക്കെ മൂർച്ചയുണ്ട് ആമനെ കത്തിന്. മലപ്പുറം മൊയ്തീന് മഞ്ചേരി മജീദിന് മാനം കാക്കുമോനെ ഈയാണോ ശിവാക്കുട്ടി? എന്റെ ബാപ്പ, ബാപ്പിന്റെ ബാപ്പിന്റെ ബാപ്പ പോയില്ലേ ഇവിടുന്ന്? പെൺകുട്ടികളെ കെട്ടിക്കാൻ അങ്ങാടി കണ്ടു കാണൂല.
ഇയാണ് സിംഹക്കുട്ടി. ഇനി ആരെങ്കിലും ഉണ്ടോടാ കുന്നത്തങ്ങാടിയില്? ഉണ്ടോടാ? ഞാൻ ആമനെ നിൽക്കാതെ വയ്ക്കാൻ പോകണ. മോളെ, അന്റെ ഇഷ്ടമാണെങ്കില് ഞങ്ങൾ തടസ്സം നിൽക്കണില്ല. എന്റെ മോളെ പഠിച്ചും കാക്കും. ആമിന, അഫീസ് എന്നെ പൊന്നുപോലെ നോക്കും. മാഷെ, പഠിച്ചാണ് നിങ്ങളെ കുന്നത്തങ്ങാടിയിലേക്ക് അയച്ചത്. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ കൂട്ടിലിട്ട് കിളിയെ പോലെ നമ്മളെ കൂടി കഴിയേണ്ടി വന്നേനെ. ഇന്ന് പേർക്ക് ഇഷ്ടമുള്ള ആളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നൊരു പെൺകുട്ടിക്ക് വേറെ എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ മാഷാണ്. എനിക്ക് നിങ്ങൾ പഠിച്ചോല. നല്ലത് വരട്ടെ. ആമിനയ്ക്ക് നല്ലതേ വരൂ. ഞാൻ പോട്ടെ മാഷേ. ശരി അസീസേ. ആമിന, ഒന്നും ചെയ്യരുത്. പെണ്ണുങ്ങളുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ കുന്നത്തങ്ങാടിന് പോവാ. നിങ്ങളുടെ മോളെ പേടിച്ച് നിൽക്കുന്നതും കരയുന്നതല്ല നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓളുടെ ശരി കാണണമെങ്കിൽ, ഓള് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണണമെങ്കിൽ വരണം ഞങ്ങളുടെ കുടിയിലേക്ക്. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. എവിടേക്കാ പോവുക? കൊണ്ടോട്ടിക്ക്. ബാപ്പ കേട്ടില്ല. അപ്പോ ടിക്കറ്റ് എടുത്തു. അസീസേ, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോവുക മലപ്പുറത്തേക്ക്. അവിടെ തുടങ്ങാൻ എന്റെ ആമിന ടൈലേഴ്സ്.